ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. പീഡാസഹനവാരത്തിലെ 3-ാം പ്രഭാതത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം തിരുവചനമാണ്. ബൈബിൾ പെട്ടെന്ന് കയ്യിലെടുക്കാം, ചേർന്ന് വായിക്കാം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ ക്രമമില്ലാത്ത, അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിത ശൈലി മുഖാന്തരം നമ്മുടെ കർത്താവിനാണ് മുറിവേൽക്കുന്നത്. നമ്മൾ പാപം ചെയ്ത് പാപത്തെ താലോലിക്കുമ്പോൾ, പാപത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തിലാണ് മുറിവുകൾ ഓരോന്നോരോന്നായി കുമിഞ്ഞുകൂടി ഉഴവുചാല് പോലെ കീറി മുറിയപ്പെടാൻ കാരണമാകുന്നത് നമ്മുടെ അതിക്രമങ്ങളാണ്. തൊട്ടടുത്ത വചനം കൂടി വായിക്കാം. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ കൃത്യതയില്ലാത്ത ജീവിതം, കർത്താവ് പോകരുത് എന്ന് പറയുന്ന സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് ദുർനടപ്പ് മുഖാന്തരം നമ്മുടെ കർത്താവിനാണ് ക്ഷതം ഏൽക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു വേദനയോ വിഷമോ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ താൻ തോന്നിയ ജീവിതം കൊണ്ട് നമുക്ക് എന്തെങ്കിലും തെറ്റിപ്പോയെന്നോ, ഒരു പാപബോധമോ ഒരു പശ്ചാത്താപമോ തോന്നുന്നുണ്ടോ? നമ്മൾ പാപത്തെ താലോലിച്ച് ജീവിക്കുമ്പോൾ, പാപത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ കർത്താവിനാണ് മുറിവേൽക്കുന്നതെന്ന് എന്തെങ്കിലും ഒരു വിചാരം നമുക്കുണ്ടോ? അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. ഇതാണ് ക്രൂശിലെ സ്നേഹം, അൺഫാദമബിൾ ലവ് ഓഫ് ഗോഡ്. ദൈവമക്കളെ, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഈ പീഡാസഹന വാരത്ത് നാം ധ്യാനിക്കുമ്പോൾ ഏറെ പ്രാർത്ഥിച്ച് പിതാവാം ദൈവത്തോടും പുത്രനാം ദൈവത്തോടും പരിശുദ്ധ റൂഹായോടും വ്യവസ്ഥ കൂടാതെ മാപ്പപേക്ഷിക്കണം. പാപങ്ങൾ വെളിപ്പെട്ട് കിട്ടാൻ, പാപബോധം ഉണ്ടാവാൻ, പശ്ചാത്താപം ഉണ്ടാവാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, അങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ പാപം നമുക്ക് വെളിപ്പെട്ട് കിട്ടും, പാപബോധം ഉണ്ടാവും, പശ്ചാത്താപം ഉണ്ടാവും. അപ്പോഴാണ് ഈ എഴുതപ്പെട്ട വചനത്തിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാകുക. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി ആണ് അവൻ മുറിവേൽക്കപ്പെട്ടത് എന്നുള്ള ബോധ്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാ മകനും മകൾക്കും പാവബോധവും പശ്ചാത്താപവും ഉണ്ടാവാൻ അച്ഛൻ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.